കാവേരി പട്ടണത്തിലെ ഒരു സമ്പന്ന വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകിയെ വിവാഹം ചെയ്തു. അവരുടെ വിവാഹ ജീവിതം ആദ്യകാലത്ത് സന്തോഷപൂർണമായിരുന്നു. അതിനിടയിൽ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടി. അവളിൽ പ്രണയാസക്തനായി. ഈ പ്രണയത്തിൽ കോവലൻ തന്റെ സമ്പാദ്യം മുഴുവൻ മാധവിക്കായി ചിലവഴിച്ചു. ഒടുവിൽ പണമില്ലാത്ത അവസ്ഥയിലായി. തന്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ കോവലൻ കണ്ണകിയുടെ അടുത്തേക്ക് മടങ്ങി. അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു. ഇവയെ ആധാരമാക്കി അവർ മധുര നഗരത്തിലേക്ക് യാത്രയായി. അവിടെ ഈ ചിലമ്പുകൾ വിൽപ്പന നടത്തിക്കൊണ്ട് പുതിയ ജീവിതം ആരംഭിക്കാനായിരുന്നു അവരുടെ ആഗ്രഹം. മധുരയിൽ എത്തിയ ശേഷം കോവലൻ ചിലമ്പുകൾ വിൽപ്പനയ്ക്ക് ശ്രമിച്ചു. അവിടെ രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയിരുന്നതായി ഒരു വാർത്തയുണ്ടായിരുന്നു. കണ്ണകിയുടെ ചിലമ്പുകൾ രാജ്ഞിയുടെ ചിലമ്പുകളുമായി സാദൃശ്യമുള്ളതിനാൽ കോവലനെ കള്ളനെന്ന് ആരോപിച്ച് രാജാവിന്റെ ആജ്ഞപ്രകാരം വിചാരണ കൂടാതെ വധിച്ചു. ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ കണ്ണകി രാജസദസ്സിലെത്തി. തന്റെ ചിലമ്പ് പൊട്ടിച്ച് അതിൽ നിന്ന് രത്നങ്ങൾ പുറത്തെടുത്ത് രാജ്ഞിയുടെ ചിലമ്പിൽ മുത്തുകൾ മാത്രമാണെന്ന് തെളിയിച്ചു. ഭർത്താവിന്റെ അന്യായ വധത്തിൽ ദുഃഖവും ക്രോധവും നിറഞ്ഞ കണ്ണകി മധുര നഗരത്തെ ശപിച്ചു. നഗരം മുഴുവൻ ദഹിപ്പിച്ചു. നഗരദേവതയായ മധുര മീനാക്ഷിയുടെ അപേക്ഷപ്രകാരം കണ്ണകി തന്റെ ശാപം പിൻവലിച്ചു. ശേഷം കണ്ണകി കേരളത്തിലെ കൊടുങ്ങല്ലൂരിലെത്തി. അവിടെ ഭദ്രകാളി ദേവിയായി ആരാധിക്കപ്പെടുന്നു. ഇന്ന് കേരളത്തിലെ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലും തിരുവനന്തപുരം അടക്കൽ ഭഗവതി ക്ഷേത്രത്തിലും കണ്ണകി ദേവിയെ ആരാധിക്കുന്നു.